പാലക്കാട് മലമ്പുഴയിലെ വേടന്റെ പരിപാടിയിൽ വൻ സംഘാടന പിഴവ്. തിക്കും തിരക്കും നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പരിപാടി നിരവധി തവണ നിർത്തിവെക്കേണ്ടി വന്നു. തിരക്ക് അനിയന്ത്രിതമായതോടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജിത്ത്, സമീപകാലത്ത് വേടന്റെ പരിപാടിയിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ വരുന്നത് നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ പരിപാടികളിലൊക്കെ ഇത്രത്തോളം ആളുകൾ വന്നതാണ്. എവിടെയാണ് സംഘാടകർക്ക് പിഴച്ചത്? ഈ പോലീസ് കൃത്യമായി ഇത്രയും ആളുകളെ ഒരുമയോടെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ഒരു സംഘടിപ്പിക്കാനുള്ള പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? മലമ്പുഴയിലല്ല, പാലക്കാട് കോട്ട മൈതാനത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അതായത് കൃത്യമായി 6 മണിക്ക് ആരംഭിക്കുമെന്ന പരിപാടിയാണ് പറഞ്ഞത്. പക്ഷെ 5 മണിക്ക് തന്നെ കോട്ട മൈതാനം ആകെ നിറയുന്ന തരത്തിൽ 7000 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് കോട്ട മൈതാനം നിറയുന്നത്. അതിന് മുകളിലേക്ക് ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് വലിയ തരത്തിലാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതോടുകൂടി സംഘാടകർ ഈ മെയിൻ ഗേറ്റുകൾ അടച്ചുകൊണ്ട് എൻട്രൻസ് അവസാനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു. പക്ഷേ കോട്ട മൈതാനത്തിന്റെ ഒരു പ്രത്യേകത, ഏത് സ്ഥലത്തുകൂടി വേണമെങ്കിലും കോട്ട മൈതാനത്തേക്ക് കയറാം എന്നുള്ളതാണ്. അതോടുകൂടി വിവിധ ഇടങ്ങളിൽ നിന്നും കൂടി ആളുകൾ കയറിയതോടുകൂടി വലിയ തിരക്കാണ് ഉണ്ടായത്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര വലിയ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതിയായ പോലീസോ സംഘാടകരോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ ഈ വലിയ തിരക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ ബാരിക്കേഡുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ആളുകൾ ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തുകയും അവിടെ വെച്ച് തിക്കും തിരക്കും ഉണ്ടാകുകയും ചെയ്തു. ഇതേമൂലം ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ വെച്ചിരിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആശുപത്രിയിൽ പ്രവേശിച്ചു. 15ലധികം ആളുകളെയാണ് ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അത്രയധികം തിക്കുണ്ടായിരുന്നു. വേടൻ നിരവധി തവണ പരിപാടി നിർത്തിവെച്ചുകൊണ്ട് പാട്ട് പാടാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. പോലീസ് ഇതിനിടയിൽ ലാത്തി വീശി. പോലീസിന്റെ ലാത്തി വാങ്ങിച്ച ചില സംഘാടകരും ഇത്തരത്തിൽ കാണാൻ വന്നവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണെങ്കിലും വലിയ സംഘാടന പിഴവ് തന്നെയാണ് ഉണ്ടായത്. സൗജന്യ പ്രവേശനം നൽകിക്കൊണ്ട് യാതൊരുവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താതെ, കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ട വിധമായിരുന്നില്ല ക്രമീകരിച്ചിരുന്നത്. മാത്രമല്ല, ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും രുചിഷ് ചോദിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വേടന്റെ പരിപാടികളിൽ ഉണ്ടാകുന്ന വലിയ ജനപങ്കാളിത്തവും അത് എത്രത്തോളം ആളുകൾ എത്തുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ടതായിരുന്നു. ആ തിരിച്ചറിവ് ഉണ്ടായില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പോരായ്മ. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ശരി അജിത്ത്, നിരവധി പേർക്കാണ് പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന പരിപാടിക്കിടെ പരിക്കേറ്റത്. പോലീസിനും നിയന്ത്രിക്കാനായില്ല. പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ സ്റ്റേജിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വേടന്റെ പരിപാടിക്ക് ഇത്രയും മാത്രം ആളുകൾ എത്തുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു മുന്നൊരുക്കമുണ്ടാക്കാൻ പോലീസിനും സാധിച്ചില്ല. വിവരങ്ങൾ നൽകിയായിരുന്നു അജിത് ബാബു.